PSC പരീക്ഷകളിൽ മുൻവർഷം ചോദിച്ച ക്വസ്റ്റ്യനും വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 1978 സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലികാവകാശം അല്ലാതാക്കിയത്. ഇന്ത്യയിലെ മൗലികാവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ്. ഇന്ത്യൻ സിവിൽ നീതിന്യായ സംവിധാനത്തിലെ പ്രാഥമിക തലത്തിലുള്ള കോടതിയാണ് മുൻസിഫ് കോടതി. ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ചാപ്റ്റർ 4 എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്ക. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ലെന്ന് ഭരണഘടനയിലെ 21-ാം വകുപ്പായ ജീവസ്വാതന്ത്ര്യ സംരക്ഷണം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലെങ്കിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 3-ാം വകുപ്പ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം കൊടുത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി സിലക്ഷൻ കമ്മിറ്റി. സിലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്, ലോക്സഭ സ്പീക്കർ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ 42-ാം ഭേദഗതി. ഈ ഭേദഗതി അനുസരിച്ച് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് വിധിക്കാനുള്ള അധികാരം പരിമിതപ്പെടുത്തി. ഈ ഭേദഗതിയാണ് ഇന്ത്യ ഒരു സെക്യുലാർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചത്. പൗരന്മാരുടെ അടിസ്ഥാന ചുമതലകൾ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിനുള്ള അധികാരം ഈ ഭേദഗതി വിപുലപ്പെടുത്തി. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്ന കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമാക്കി. സംസ്ഥാനങ്ങളിലെ നീതിന്യായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കേന്ദ്രസേനയെ ഉപയോഗിക്കാൻ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. ഇവയിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നതേത്? ഭരണഘടന, ദേശീയ പതാക, ദേശീയഗാനം എന്നിവയിലുള്ള ബഹുമാനം. ദേശസ്നേഹം പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയുടെ ഐക്യം ഉയർത്തിപ്പിടിക്കുന്നതിനും സഹായിക്കാനുള്ള എല്ലാ പൗരന്മാരുടെയും ധാർമ്മിക ബാധ്യതയാണ് മൗലിക കർത്തവ്യങ്ങളെന്ന് നിർവചിച്ചിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം 1976. ഭരണഘടനയുടെ 4A ഭാഗത്താണ് ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 300A. നിലവിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിയമപരമായ അവകാശം മാത്രമാണ്. മൊറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്താണ് ഈ നിയമം ഭേദഗതി ചെയ്തത്. ഭരണഘടനയുടെ ഭാഗം 12-ലാണ് സ്വത്തവകാശം ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 137 പ്രതിപാദിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ ഉത്തരവുകളുടെ അവലോകനം. അതാണ് 137-ാമത്തെ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 109 മണി ബില്ലുകളെ സംബന്ധിച്ച പ്രത്യേക നടപടിക്രമം. ആർട്ടിക്കിൾ 110 മണി ബില്ലുകളുടെ നിർവചനം. ആർട്ടിക്കിൾ 112 വാർഷിക സാമ്പത്തിക ബഡ്ജറ്റ്. ആർട്ടിക്കിൾ 123 പാർലമെൻറ്റിൻ്റെ അവധിക്കാലത്ത് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയുടെ സ്ഥാപനം. ആർട്ടിക്കിൾ 126 ആക്ടിംഗ് ജസ്റ്റിസിൻ്റെ നിയമനം. ആർട്ടിക്കിൾ 127 അഡ്ഹോക് ജഡ്ജിയുടെ നിയമനം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? ഓപ്ഷൻ സി 5 തരം. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്.
മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രതിവിധികളെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങൾ മൗലികമായതെന്നും ഈ ആർട്ടിക്കിളിന് വിശേഷിക്കപ്പെടുന്നു. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിയും സുപ്രീം കോടതി എന്നിവയ്ക്ക് മാത്രമാണുള്ളത്. മൗലിക കടമകൾ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? റഷ്യ. മൗലിക കടമകൾ റഷ്യയിൽ നിന്ന് കൈക്കൊണ്ടതാണ്. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ അനുച്ഛേദം 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. പഞ്ചവത്സര പദ്ധതികളുടെ ആശയം കടം കൊണ്ട സോവിയറ്റ് യൂണിയനിൽ നിന്ന് തന്നെയാണ് മൗലിക കർത്തവ്യം എന്ന ആശയവും ഇന്ത്യ സ്വീകരിച്ചത്. പ്രധാനമായും 11 മൗലിക കർത്തവ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. പ്രധാനമന്ത്രിയായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. ലോക്സഭയിൽ അംഗമാവാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. രാജ്യസഭയിൽ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സ്. ശരീരം ഹാജരാക്കൂ, നാം കൽപ്പിക്കുന്നു എന്നീ അർത്ഥങ്ങൾ വരുന്ന റിട്ടുകളാണ് ഹേബിയസ് കോർപ്പസും മാൻഡമസും. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രമായി കോടതി മുൻപാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടാണ് മാൻഡമസ്. സെർഷ്യോററി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നൊക്കെയാണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നതാണ് സെർഷ്യോററി. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 37. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുക എന്നത് സ്റ്റേറ്റിൻ്റെ കടമയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളും മാർഗങ്ങളുമാണ് നിർദ്ദേശക തത്വങ്ങൾ. മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തികൾക്ക് അനുഭവിക്കാവുന്ന ചില അവകാശങ്ങളാണിവ. മൗലിക സ്വാതന്ത്ര്യങ്ങൾ തുടക്കത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7. മൗലിക സ്വാതന്ത്ര്യങ്ങൾ നിലവിൽ 6, ഒഴിവാക്കിയത് 19F സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. 19F ഒഴിവാക്കിയ ഭേദഗതി 44-ാം ഭേദഗതി 1978. 19A അഭിപ്രായ സ്വാതന്ത്ര്യം. B ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാം. C സംഘടനകൾ രൂപീകരിക്കുക. D സഞ്ചാര സ്വാതന്ത്ര്യം. E ഇന്ത്യയിൽ എവിടെയും താമസിക്കുക. G മാന്യമായ ഏത് തൊഴിലും ചെയ്യുക. അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് UPSC. ഇന്ത്യൻ ഭരണഘടനയുടെ 315 മുതൽ 323 വരെയുള്ള അനുച്ഛേദങ്ങളിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭാരതത്തിലെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 ഒക്ടോബർ 1 രൂപം കൊണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സർവീസുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകൾ മുഖേന പ്രവേശിപ്പിക്കുക എന്നത് പ്രധാന ചുമതല. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നു. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമന ചുമതല ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നു. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒഴികെ ഈ മൗലികാവകാശങ്ങൾ നിഷേധിക്കാനുള്ള അധികാരം ഭരണകൂടത്തിനില്ലെന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നു. ആർട്ടിക്കിൾ 25 പ്രധാന വ്യവസ്ഥകൾ: വിശ്വാസ സ്വാതന്ത്ര്യം. ഒരു വ്യക്തിക്ക് തൻ്റെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ അവകാശമുണ്ട്. പ്രഖ്യാപന സ്വാതന്ത്ര്യം. വ്യക്തിക്ക് തങ്ങളുടെ മതവിശ്വാസം തുറന്നു പറയാവുന്നതാണ്. ആരാധന സ്വാതന്ത്ര്യം. ഏതെങ്കിലും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പിന്തുടരാനുള്ള അവകാശം. പ്രചരണ സ്വാതന്ത്ര്യം. ഒരു മതവിശ്വാസം മറ്റുള്ളവർക്കായി പ്രചരിപ്പിക്കാവുന്നതാണ്. എന്നാൽ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ അനുവാദമില്ല. പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം ചുമത്തിയേക്കാവുന്നതിനേക്കാൾ വലിയ ശിക്ഷയ്ക്ക് ഒരു വ്യക്തിയും വിധേയമാകരുത്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 19
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് 6 അവകാശങ്ങളുടെ സംരക്ഷണം: അഭിപ്രായ സ്വാതന്ത്ര്യം, നിരായുധമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 20 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട സംരക്ഷണം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും. ആർട്ടിക്കിൾ 21A പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 22 ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. ശരിയായ പ്രസ്താവനകൾ ഏത്? ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾപ്പെട്ടതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ കാര്യനിർവഹണ വിഭാഗം. 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അനുച്ഛേദം 13. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമങ്ങളുടെയും എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരമാണ് ജുഡീഷ്യൽ അവലോകനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ജുഡീഷ്യൽ പുനരവലോകനത്തിന്റെ ആവശ്യം 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ കവർന്നെടുക്കുന്നതോ ലഘൂകരിക്കുന്നതോ ആയ നിയമങ്ങൾ സംസ്ഥാനങ്ങൾക്കോ കേന്ദ്രത്തിനോ ഉണ്ടാക്കാനാവില്ലെന്ന് ഈ ഭാഗത്ത് പ്രസ്താവിക്കുന്നു. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. 1, 2, 3 ശരിയാണ്. 4-ാമത്തെ സ്റ്റേറ്റ്മെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കൽ. സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. അതിനാൽ പ്രസ്താവന 4 തെറ്റാണ്. ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത കോടതിയാണ് ഹൈക്കോടതി. ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 226 ആണ്. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ഇനി ചേരുംപടി ചേർക്കാൻ: യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരികൾ. ദെൻ ബി പാർട്ടിലെ പ്രാദേശിക ഗവൺമെൻറ്, ബാങ്കിങ്, സൈബർ നിയമങ്ങൾ, വനം. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ബാങ്കിങ്, സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് പ്രാദേശിക ഗവൺമെൻറ്, കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് വനങ്ങൾ, അവശിഷ്ടാധികാരങ്ങളിൽ വരുന്നത് സൈബർ നിയമങ്ങൾ. ഏതൊക്കെ വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർക്കെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്നതാണ് ലിസ്റ്റുകൾ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 തരം ലിസ്റ്റുകളാണ് ഉള്ളത്. ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് അനുച്ഛേദം 246 ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വിസ്തൃതമായ ഭൂപ്രദേശവും ഉയർന്ന ജനസംഖ്യയുമുള്ള ആധുനിക രാഷ്ട്രങ്ങളിൽ പ്രത്യക്ഷ ജനാധിപത്യം പ്രായോഗികമല്ല. പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഭരണം എന്നാൽ ജനപ്രതിനിധികളുടെ ഭരണം എന്നു തന്നെയാണ് അർത്ഥം. 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 4-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരോക്ഷ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാ പ്രധാന തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു. ഇതിൽ ഓപ്ഷൻ ഡി 1, 2, 4 ശരി. 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഗ്രാമസഭകൾ പോലെയുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകൾ പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ്. എന്നാൽ 3-ാമത്തെ പ്രസ്താവന തെറ്റാണ്. കാരണം ഗ്രാമസഭകൾ പോലെയുള്ള പ്രാദേശിക ഗവൺമെൻറ്റുകൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ്, പരോക്ഷ ജനാധിപത്യത്തിന് അല്ല. ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് ആധുനിക ജനാധിപത്യ രീതി. ഇതിനെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്നും വിളിക്കാം. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഓരോ പൗരനും നേരിട്ട് പങ്കെടുക്കുന്ന സംവിധാനത്തെ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. പുരാതന ഗ്രീക്ക് രാഷ്ട്രങ്ങൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമാണ്. ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അഥവാ ഹെയർ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓരോ ന്യൂനപക്ഷ വിഭാഗത്തിനും അതിലെ വോട്ടർമാരുടെ അംഗബലം അനുസരിച്ച് പ്രാതിനിധ്യം ലഭിക്കുക എന്നതാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം.
ഹെയർ വ്യവസ്ഥയ്ക്ക് മുഖ്യമായി 4 ഘടകങ്ങളുണ്ട്. ബഹുഅംഗ നിയോജക മണ്ഡലം, ആനുപാതികമായ പങ്ക്, ഒരു ഫലപ്രദമായ വോട്ട് മുൻഗണനയും രേഖപ്പെടുത്തലും, വോട്ടുകളുടെ കൈമാറ്റം എന്നിവ. ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വോട്ടുകളുടെ ആനുപാതികമായ പങ്ക് അഥവാ കോട്ട ലഭിച്ചിരിക്കണം. മറ്റൊരർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കാൻ ആവശ്യമായ വോട്ടുകളുടെ എണ്ണമാണ് കോട്ട. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാവുന്ന നിയോജക മണ്ഡലത്തെയാണ് ബഹുഅംഗ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയിൽ ബഹുഅംഗ സമ്പ്രദായം അനുസരിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരേ സമയം അനേകം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഹെയർ വ്യവസ്ഥ, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെ ഒരു രീതിയാണ് ഹെയർ വ്യവസ്ഥ. ഇംഗ്ലീഷുകാരനായ തോമസ് ഹെയറിൻ്റെ പേരുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് പോക്കറ്റ് വീറ്റോ? ഒരു ബിൽ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അനിശ്ചിതകാലം കൈവശം വയ്ക്കാനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ. ബില്ലിന് അനുമതി നൽകാതെ ബിൽ പാസ്സാക്കുന്നത് നിയന്ത്രിക്കാനുള്ള മാർഗമാണ് പോക്കറ്റ് വീറ്റോ. പാർലമെൻറ്റ് ബിൽ പാസ്സാക്കിയ ശേഷം രാഷ്ട്രപതിയാണ് ബില്ലിന് അല്ലെങ്കിൽ ആക്ടിന് അന്തിമ അംഗീകാരം നൽകുന്നത്. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഭീകരവാദ നിരോധന നിയമം അഥവാ പോട്ട നിലവിൽ വന്നത്? 2002. ഇന്ത്യൻ പാർലമെന്റ് 2002 പ്രഖ്യാപിച്ച തീവ്രവാദ വിരുദ്ധ നിയമമായിരുന്നു പോട്ട അഥവാ പ്രിവെൻഷൻ ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആക്ട്. ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിനാണ് ഈ നിയമം നടപ്പിലാക്കിയത്. പോട്ട നിയമം നടപ്പിലാക്കാനായി സംയുക്ത പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. ഇവയിൽ പൗരന് വോട്ടവകാശം നിഷേധിക്കുന്ന വ്യവസ്ഥകൾ ഏതെല്ലാം? നിശ്ചിത പ്രായപരിധി തികയാത്തവർ, ഇന്ത്യയിൽ താമസമില്ലാത്തവർ, കുറ്റവാളികൾ, അഴിമതി, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, നിയമവിരുദ്ധ പ്രവൃത്തികൾ തുടങ്ങിയവ, തിരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരില്ലാത്തവർ. ഇതെല്ലാം ശരിയാണ്. ഇവർക്ക് ആർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. 18 വയസ്സ് തികഞ്ഞ ഇന്ത്യയിലെ ഏതൊരു പൗരനും ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം, സാമൂഹ്യ സാമ്പത്തിക പദവി തുടങ്ങിയവ പരിഗണിക്കാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഭരണഘടനയിലെ 326 വകുപ്പ് ലോക്സഭയിലെയും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 22 നിന്ന് 18 കുറച്ചു. 61 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയായിരുന്നു. സുപ്രീം കോടതി നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 28. ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5, ചാപ്റ്റർ 4 എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ കേരളീയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 74 ഭേദഗതിയിൽ ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരസഭകൾ. മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ട് 1992 ഭരണഘടനയുടെ 74 ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കി. 1993 ഏപ്രിൽ 20 ഈ ബില്ല് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചു. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഒരു സംസ്ഥാനത്ത് പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ഇനി വരുന്ന വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക.